ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 7ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമാണ് റെസിപ്രോക്കൽ. അതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. പേജ് നമ്പർ 67-ലെ 4 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചോദ്യം ഒന്ന് വായിക്കാം. ഒരു ക്ലാസ്സിലെ 27 കുട്ടികൾക്ക് കണക്കിൽ A+ കിട്ടി. ഇവർ ക്ലാസ്സിലെ കുട്ടികളുടെ 3/4 ഭാഗമാണ്. ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ ക്ലാസ്സിൽ കണക്കിൽ A+ കിട്ടിയ കുട്ടികൾ 27. അപ്പം നമുക്ക് ആദ്യം വഴി എഴുതാം. A+ കിട്ടിയ കുട്ടികൾ സമം 27. ഇനി ഒപ്പം തന്നെ നമുക്ക് ഏതും കൂടി എഴുതി പോവാം, ഇംഗ്ലീഷ് മീഡിയം കൂടി എഴുതി പോവാം. അപ്പോൾ ചോദ്യം ഞാനൊന്ന് വായിക്കാം ആദ്യം. 27 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഗോട്ട് A+ ഇൻ മാത്സ്. കണക്കിൽ 27 പേർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? A+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിന് വഴി എഴുതാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഗോട്ട് A+. എത്രയാണ്? 27. അതിൽ മൊത്തം കുട്ടികളിൽ 3/4 ഭാഗമാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? A+ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്കാണ് ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എഴുതാം 3/4 പാർട്ട് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് സമം 27. ക്ലാസ്സിലെ 3/4 ഭാഗം കുട്ടികൾ എന്ന് പറഞ്ഞത് എത്രയാണ്? 27. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ടെന്ന് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം എത്ര കുട്ടികളുണ്ട്? 27 കുട്ടികൾ. അതിൻ്റെ 3/4 സ്റ്റുഡൻസ് ആണ് എന്ത് ആ ക്ലാസ്സിലുള്ളത്? 27 എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 27 × 3/4 അല്ലേ? അതിൻ്റെ റെസിപ്രോക്കൽ എത്ര? 4/3 എടുക്കുക. അപ്പോൾ 27 × 4 4/3. അപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആദ്യം വേഗത്തിൽ ഉത്തരം കിട്ടാൻ 27 × 4 7 4 28 8 ബാക്കി 2 2 4 8 9 10 108 കിട്ടും. 108നെ 3 ഹരിക്കുക. 108 ഹരിക്കണം 3 3 3 9 10 9 പോയ 1 8. ഇനി 6 3 18. ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ ആകെ 36 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2/3 ഓഫ് എ ബോട്ടിൽ വാസ് ഫില്ഡ് വിത്ത് 1/2 ലിറ്റർ ഓഫ് വാട്ടർ. അതായത് ഒരു കുപ്പിയിൽ 2/3 ഭാഗം എത്ര വെള്ളം നിറച്ചിട്ടുണ്ട്? 1/2 ലിറ്റർ വെള്ളം നിറച്ചിട്ടുണ്ട്. 2/3 പാർട്ട് ഓഫ് ബോട്ടിൽ സമം 1/2 ലിറ്റർ. കുപ്പിയിലെ 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണ്? 1/2 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ദ ബോട്ടിൽ ഹോൾഡ്? അങ്ങനെയാണെങ്കിൽ ആ കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വഴി എഴുതാം. ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ബോട്ടിൽ. മൊത്തം എത്ര ലിറ്റർ ഉള്ളു കുപ്പിയിൽ? ഇപ്പം 2/3 ഭാഗം ആ കുപ്പിയിൽ വെള്ളമുണ്ട്. അതെന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണ്? 1/2 ലിറ്റർ. അപ്പം എന്ത് ചെയ്യുക? 1/2 × 2/3 റെസിപ്രോക്കൽ 3/2 സമം. ഇനി 1 × 3 3 2 × 2 4 3/4 ലിറ്റർ 3/4 ലിറ്റർ വെള്ളമാണ് ആ കുപ്പിയിൽ കൊള്ളുക. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഞാൻ എന്ത് ചെയ്യാം? ചോദ്യം ഒപ്പം തന്നെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം.
മൂന്നാമത്തെ ചോദ്യം മലയാളം മീഡിയം ഒന്ന് വായിക്കാം. ഒരു പാത്രത്തിൽ 3/ഭാഗം വെള്ളം എടുത്തപ്പോൾ 1.5 ലിറ്ററായി. പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ ആകും? അപ്പോൾ ഒരു പാത്രത്തിൽ 3/ഭാഗം വെള്ളം എടുത്തപ്പോൾ എത്ര ലിറ്ററായി? 1.5 ലിറ്റർ. നമുക്ക് വഴി എഴുതാം. 3/4 ഭാഗം വെള്ളമെടുത്തപ്പോൾ എത്ര ലിറ്ററായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1.5 ലിറ്ററായി. അങ്ങനെയാണെങ്കിൽ ആ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വഴിയും കൂടി എഴുതാം. 3/4 ഓഫ് വെസൽ എത്രയാണ്? 1.5 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ആ കുപ്പിയിൽ ആ പാത്രത്തിൽ വെള്ളം എടുത്താൽ ആകെ എത്ര വെള്ളം ഉണ്ടായിരിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യുക? 1.5 1.5 ഇൻറ്റു 3/4ൻ്റെ റെസിപ്രോക്കൽ 4/3. അല്ലെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് പറയുക? 4/3 ടൈംസ് ഓഫ് 1.5. ഈ ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഗുണിക്കണം ചിഹ്നമായിട്ട് ഒറ്റയടിക്ക് എഴുതാണ്. ഇനി ഈക്വൽ ഇടുക. ഇനി 1.5 നമ്മൾ മാറ്റണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യം 1ഉം 2ഉം തമ്മിൽ ഗുണിക്കുക. 1 × 2 പ്ലസ് 1 × 1/1 × 2 സമം 1 × 2 2 പ്ലസ് 1 × 1 1/2. 2 + 1 3/2. അപ്പോൾ 1.5നെ മാറ്റി നമ്മൾ 3/2 എന്ന് എഴുതി. ഇൻറ്റു 4/3. ഇനി 3 × 4 3ഉം 4ഉം തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 12. 2 × 3 ഗുണിച്ചാൽ 6. 1 6 6 2 6 12. അപ്പോൾ അത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 2 ലിറ്റർ വെള്ളം കൊള്ളും. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഇത് നമുക്ക് ഇതിനെ മാറ്റിയിട്ട് പല രീതിയിലും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതാണ് കുറച്ച് എളുപ്പം ആയ കാരണമാണ് ഈ മെത്തേഡ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം 4. ഇത് നമുക്ക് ഈ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെയാണ്. ഇനി നാലാമത്തെ ചോദ്യം. 2 of the 3 ribbons of the same length and half the third ribbon were placed end to end. It came to 1 meter. What is the length of a ribbon in centimeter എന്നാണ് ചോദ്യം. അതായത് ഇവിടെ നോക്കാം. ഒരേ നീളമുള്ള 3 നാട, അതായത് 3 റിബണ്. ആ 3 റിബണുകളിൽ 2 എണ്ണം ഫുൾ എടുത്തു. 2. മൂന്നാമത്തെ പകുതി എടുത്തു. അപ്പം എങ്ങനെ എഴുതുക? 2.5. മൂന്നാമത്തെ പകുതിയും അറ്റത്തോടറ്റം ചേർത്ത് വെച്ചപ്പോൾ 1 മീറ്ററായി. അതായത് ആദ്യത്തെ 2 റിബണിൻ്റെ ഫുള്ളും അപ്പോൾ 2. ഇതിലത്തെ ഹാഫും എടുത്തപ്പോൾ എത്ര മീറ്ററായി? 1 മീറ്ററായി. അങ്ങനെയാണെങ്കിൽ ഈ റിബണിന് ആകെ എത്ര നീളമുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ 2.5 മീറ്റർ ചേർത്ത് വെച്ചപ്പോൾ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1 മീറ്ററായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? 2.5 ടൈംസ് ഓഫ് റിബൺ സമം 1 മീറ്റർ. 2.5 റിബണിൻ്റെ 2.5 മടങ്ങ് എത്രയായി? 1 മീറ്ററായി. അങ്ങനെയാണെങ്കിൽ ആ നാട അല്ലെങ്കിൽ റിബണിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2.5നെ എന്ത് ചെയ്താൽ മതി? 2.5നെ 1 എന്ത് ചെയ്താൽ മതി? നമ്മൾ ഗുണിച്ചാൽ മതി. അപ്പോൾ അത് ഗുണിക്കാൻ വേണ്ടിയിട്ട് 2.5ന് നമ്മൾ മാറ്റണം. 2.5 ക്രോസ് ചെയ്ത് ഗുണിക്കാം. 2 × 2 4 പ്ലസ് 1/2. 4 + 1 5/2 എന്ന് കിട്ടി. ഇനി നമുക്ക്
ലെങ്ത് ഓഫ് റിബൺ, റിബണിൻ്റെ നീളമാണ് കാണുന്നത്. റിബണിൻ്റെ നീളം, ലെങ്ത് ഓഫ് റിബൺ, റിബൺ എന്ന് പറഞ്ഞാൽ 2/5. ഇതിന് എന്തെടുക്കുക? റെസിപ്രോക്കൽ എടുക്കുക. 2/5 ഇൻറ്റു 1 മീറ്റർ. നമ്മോട് 1 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മീറ്റർ എന്തിലേക്ക് മാറ്റണം? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 2/5 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ. 2 ഇൻറ്റു 100 200 ബൈ 5. ഇനി 200നെ 5 ഹരിച്ചു കഴിഞ്ഞാൽ 5, 4 ഇൻറ്റു 5 20, 0 0. ഈ മേലേക്ക് കയറ്റിയിടുക. അപ്പോൾ സമം 40 സെൻറ്റിമീറ്ററിൽ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ റിബണിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 40 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതാണ് പേജ് നമ്പർ 67 വരുന്ന ചോദ്യങ്ങൾ. ഇനി നമുക്ക് പേജ് നമ്പർ 68 ചോദ്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. പേജ് നമ്പർ 68 ഒന്നാമത്തെ ചോദ്യം. 16 മീറ്റർ നീളമുള്ള ഒരു കമ്പി 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയപ്പോൾ എത്ര കഷ്ണങ്ങളുണ്ട്? അപ്പോൾ കമ്പിയുടെ നീളം A 16 meter long rod is cut into pieces of length 2/3 meter. How many such pieces will be there? അതായത് ഒരു കയറിൻ്റെ അല്ലെങ്കിൽ കമ്പിയുടെ നീളം എത്രയാണ്? 16 മീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് റോഡ് സമം 16 മീറ്റർ. കമ്പിയുടെ നീളം എത്രയാണ്? 16 മീറ്റർ. അതിൽ ഒരു പീസിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3 മീറ്റർ. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം സമം 2/3 മീറ്റർ. ലെങ്ത് ഓഫ് വൺ പീസ് സമം 2/3 മീറ്റർ. അങ്ങനെയാണെങ്കിൽ എത്ര പീസസ് ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് പീസസ് കഷ്ണങ്ങളുടെ എണ്ണം മൊത്തം എത്ര മീറ്ററാണ്? 16. 16 ഹരിക്കണം 2/3. നമ്മൾ ഒരു ഹരിക്കണതിനിടയിൽ പിന്നെയും ഹരിക്കലാണ്. അപ്പോൾ അതെന്നെ എന്ത് ചെയ്യുക? റെസിപ്രോക്കലായിട്ട് ഗുണിക്കുക. 16 ഇൻറ്റു ഇടുക. 2/3 തിരിച്ചിടുമ്പോൾ 3/2. ഇതേപോലെ തന്നെ നമ്മൾ പേജ് നമ്പർ 67 ചോദ്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. ഇനി 16ഉം 3ഉം തമ്മിൽ ഗുണിച്ചതിന് ശേഷം 2 എന്ത് ചെയ്താൽ മതി? ഹരിച്ചാൽ മതി. ഇനി 16 ഇൻറ്റു 3 ബൈ 2. 16 ഇൻറ്റു 3, 3 6 18 8, ബാക്കി 1, 1 3 3 1 4, 48 ബൈ 2. 48ൻ്റെ പകുതി എത്രയാണ്? 24. അപ്പം മൊത്തം എത്ര കഷ്ണങ്ങൾ ഉണ്ടാവും? 24 കഷ്ണങ്ങളാണ് ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ ചോദ്യം. 5/1/4 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികൾ വേണം? അതായത് ഒരു പാത്രത്തിൽ 5.25 ലിറ്റർ വെള്ളമുണ്ട്. നമുക്ക് ഓരോ കുപ്പിയിലും 3/4 ഭാഗം വെള്ളം നിറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര കുപ്പികൾ നിറയ്ക്കാൻ വേണ്ടി വരും? അതാണ് ചോദ്യം. ഇംഗ്ലീഷ് മീഡിയം ഒന്ന് വായിക്കാം. ഹൗ മെനി 3/4 ലിറ്റർ ഓഫ് ബോട്ടിൽ ആർ നീഡഡ് ടു ഫിൽ 5 1/4 ലിറ്റർ ഓഫ് വാട്ടർ. നമുക്ക് ആകെ വെള്ളം, ടോട്ടൽ വാട്ടർ, ആകെ വെള്ളം എത്രയാണ്? 5/1/4 ലിറ്റർ. ഞാൻ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എഴുതുന്നുണ്ട്. ഇനി ബോട്ടിൽ ഒരു കുപ്പിയിൽ എത്ര വെള്ളം നിറയ്ക്കാൻ പറ്റുള്ളൂ? 3/4 ഭാഗം. അപ്പോൾ ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളം, ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളം സമം 3/4 ലിറ്റർ. ബോട്ടിൽ വോളിയം സമം 3/4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ എത്ര കുപ്പികൾ വേണം?
കുപ്പികളുടെ എണ്ണം. കുപ്പികളുടെ എണ്ണം. നമ്പർ ഓഫ് ബോട്ടിൽസ്. നമ്പർ ഓഫ് ബോട്ടിൽസ് സമം ആകെ വെള്ളം എത്രയാണ്? 5 ¼ ഹരിക്കണം 3/4. 5 ¼ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം, ക്രോസ് ചെയ്ത് ഗുണിക്കണം. ആദ്യം 5 × 4 20 പ്ലസ് ഈ 1 എഴുതുക /4. 20 + 1 21/4 എന്ന് കിട്ടും. അപ്പം അതിൻ്റെ പകരം നമുക്ക് എന്തെഴുതാം? 21/4. ഇനി ഇവിടെയും ബൈയാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? റെസിപ്രോക്കൽ തിരിച്ചിടുക, എന്നിട്ട് ഗുണിക്കുക. ഗുണിക്കണം 4/3. ഇനി നമ്മൾ ഇവിടെ ക്രോസ് ചെയ്തിട്ട് ഇവിടെയും ഇവിടെ ഒരേ നമ്പേഴ്സ് അല്ലേ? ഇവിടെ 4, ഇവിടെ 4. നമുക്ക് ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എത്രയാണ്? 21 ഹരിക്കണം 3. 3ന്റെ ഗുണനപ്പട്ടികയിൽ എപ്പോഴാണ് 21 കിട്ടുക? 3 കൂടെ എത്ര ഗുണിച്ചാൽ? 7 ഗുണിച്ചാൽ 7 × 3 21. അപ്പം എത്ര കുപ്പികൾ വേണം? 7 കുപ്പികളാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ 21ഉം 4ഉം തമ്മിൽ ഗുണിക്കുക, ഒരു ഉത്തരം കിട്ടും. 4ഉം 3ഉം തമ്മിൽ ഗുണിക്കുക, രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? ഹരിച്ചാലും മതി. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം ഞാനൊന്ന് വായിക്കാം. 13.5 kilogram of sugar is to be packed into bags with 2.5 kilogram sugar each. How many bags are needed? അതായത് ഒരു സഞ്ചിയിൽ, അത് മലയാളം മീഡിയം ഒന്ന് വായിക്കാം എന്നിട്ട് പറഞ്ഞു തരാം. 13.5 കിലോഗ്രാം പഞ്ചസാര 2.25 കിലോഗ്രാം വീതമുള്ള സഞ്ചികളിലാക്കണം. എത്ര സഞ്ചികൾ വേണം? അതായത് മൊത്തം എത്ര പഞ്ചസാര ഉണ്ട്? 13.5 കിലോ. അപ്പോൾ ടോട്ടൽ ഷുഗർ, ആകെ പഞ്ചസാര സമം 13.5 കിലോഗ്രാം 13.5 kg. അത് എത്ര സഞ്ചികളാക്കണം? 2.25 കിലോഗ്രാം വീതമുള്ള സഞ്ചികളിലാക്കണം. അപ്പോൾ ഒരു സഞ്ചിയിൽ 2.25 കിലോ കൊള്ളും. ഒരു സഞ്ചിയിൽ കൊള്ളുന്ന പഞ്ചസാര സമം 2.25 കിലോ. ഷുഗർ ഇൻ 1 ബാഗ്. ഷുഗർ ഇൻ 1 ബാഗ് എത്രയാണ്? 2 1/4 kg. അങ്ങനെയാണെങ്കിൽ ഈ 13.5 കിലോ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആകെ എത്ര സഞ്ചികൾ വേണം? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതെടുത്ത വഴി? നമ്പർ ഓഫ് ബാഗ്സ് സഞ്ചികളുടെ എണ്ണം. മൊത്തം എത്ര കിലോ ഉണ്ട്? 13 1/2 കിലോ. അതിനെ എത്രയിട്ട് ഹരിക്കുക? ഹരിക്കണം 2 1/4. അപ്പോൾ ഇതും മിക്സർ ഫ്രാക്ഷൻ ആണ്, ഇതും മിക്സർ ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം രണ്ടിനും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 13 1/2 ഗുണിക്കാം. അപ്പോൾ ആദ്യം 13 × 2. 13 × 2. 2 3 6, ഒരു 2 2. അപ്പോൾ 26 പ്ലസ് 1/2. 26 കൂടെ 1 കൂട്ടിയ 27/2 എന്ന് കിട്ടി. അതുപോലെ 2 1/4 മാറ്റണം. അപ്പോൾ 2 1/4. അപ്പോൾ ആദ്യം 2 × 4 8 പ്ലസ് ഈ 1 കൂട്ടുക ഇവിടെ എത്രയാണ്? 4. 8 കൂടെ 1 കൂട്ടിയ 9/4. ഇനി എന്ത് ചെയ്യുക? ഈ സ്ഥാനങ്ങളിൽ നമുക്കിപ്പോൾ കിട്ടിയ ഉത്തരങ്ങൾ കൊടുക്കുക. 27/2 9/4. എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുത്തിട്ട് ഗുണിക്കുക. ആദ്യത്തത് അതുപോലെ എഴുതുക. 27/2 × 4/9. അപ്പം ഇനി എന്ത് ചെയ്യണം? 27നും 4നും തമ്മിൽ ഗുണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഉത്തരം കാണണം.
അപ്പോൾ ആദ്യം 27 4 തമ്മിൽ ഗുണിക്കുക. 27 × 4 28 8 ബാക്കി 2 2 4 8 9 10. അപ്പോൾ നമുക്ക് ഗുണിച്ചപ്പോൾ 108 കിട്ടി. ബൈ 2 × 9 18. ഇനി 108നെ 18 ഹരിക്കണം. 108 ഹരിക്കണം 18. 18ൻ്റെ ഗുണനപ്പട്ടികയിൽ 10 ഇല്ല. അപ്പോൾ 108 കിട്ടണം നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഗുണിച്ച് നോക്കാം. 18 × 5 ഗുണിച്ച് നോക്കാം ആദ്യം. 40 4 ബാക്കി 4 5 4 9 90 വരെയായി. നമുക്ക് 108 വേണം. 18 × 6 6 8 48 ബാക്കി 4 ഒരു 4 4 ഒരു 6 6 4 10 കറക്റ്റ് കിട്ടി നമുക്ക്. 6 × 18 108. കുറച്ച് കഴിഞ്ഞാൽ 0. അപ്പോൾ എത്ര സഞ്ചികൾ വേണം? 6 സഞ്ചികളാണ് ഈ 13.5 കിലോ പഞ്ചസാര നിറയ്ക്കാനായിട്ട് വേണ്ടത്. 4ാമത്തെ ചോദ്യം വായിക്കാം. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 22 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വഴി എന്താ എഴുതുക? ചതുരത്തിൻ്റെ പരപ്പളവ് സമം 22.5 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ സമം 22.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൽ ഒരു വശത്തിൻ്റെ നീളം 3.25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് വൺ സൈഡ് ഒരു വശത്തിൻ്റെ നീളം സമം 3.25 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ മറ്റേ വശത്തിൻ്റെ നീളം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് അതർ സൈഡ് മറ്റേ വശത്തിൻ്റെ നീളം സമം മൊത്തം എത്രയാണ് പരപ്പളവ്? 22 ബൈ 3 അപ്പോൾ 22ന് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. സമം 22 × 2 44 പ്ലസ് 22 × 2 44 പ്ലസ് 1 ബൈ 2. 22 44 കൂടെ 1 കൂട്ടിയാൽ 45 ബൈ 2. അപ്പോൾ 22ന് നമ്മൾ എന്ത് ചെയ്തു? മാറ്റി. ഇനി 3.25 മാറ്റണം. അപ്പോൾ 3 × 4 12 പ്ലസ് ഇവിടെ എത്രയാണ്? 3 ബൈ 4. 12 കൂടെ 3 കൂട്ടിയ 15 ബൈ 4. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ അവിടെ ഉത്തരങ്ങൾ കൊടുക്കാം. 45 ബൈ 2 ബൈ 15 ബൈ 4. എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുക. 45 ബൈ 2 ഇൻറ്റു 4 ബൈ 15. ഇനി ഗുണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം 45 4 തമ്മിൽ ഗുണിക്കുക. ശേഷം 2 × 15 ഗുണിച്ചിട്ട് ഹരിക്കണം. അപ്പോൾ 2 × 15 ഇരട്ടി എത്രയാണ്? 30. ഈ 45 4 തമ്മിൽ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. 45 × 4 4 5 20 0 ബാക്കി 2 4 4 16 16ഉം 2ഉം 18. നമുക്ക് 180 ഹരിക്കണം 30 എന്ന് കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ എത്ര പൂജ്യമുണ്ടോ അത്രയും പൂജ്യം നമുക്ക് അംശം അല്ലെങ്കിൽ ന്യൂമറേറ്ററിന് വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്ര പൂജ്യമുണ്ട്? 1 പൂജ്യം. ഇവിടെ എത്ര പൂജ്യമുണ്ട്? 1 പൂജ്യം. ബാക്കി 18 ഹരിക്കണം 3. കുറച്ച് എളുപ്പമായി ഇപ്പോൾ ചെയ്യാൻ അല്ലേ? അപ്പോൾ 3ൻ്റെ ഗുണനപ്പട്ടിക ചൊല്ലി വെക്കാം. 3 കൂടെ എത്ര ഗുണിച്ചാലാണ് 18 കിട്ടുക? 6 × 3 അല്ലേ 18. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 6. അല്ലെങ്കിൽ നിങ്ങൾ സാധാ ഹരിക്കുന്ന പോലെ കിട്ടുന്നില്ല എങ്കിൽ 18നെ 3 ഹരിക്കുക. 6 3 18 കറക്റ്റ് കിട്ടിയില്ലേ? ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് എത്ര? 6. മറ്റേ വശത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഈ പാഠത്തിലെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചോദ്യം ഒന്ന് വായിക്കാം. ഹൗ മെനി
pieces each of length 2.5 meter can be cut off from a rope of length 11.5 meter. How many meter of rope will be left? അതായത് ഒരു കയറിൻ്റെ നീളം, അപ്പോൾ ഒരു കയറിൻ്റെ നീളം 11.5 മീറ്റർ ആണ്. അതിന്ന് ഒരു കഷ്ണം ഞാൻ എന്ത് ചെയ്തു, മുറിച്ചെടുത്തപ്പോൾ അതിൻ്റെ നീളം 2.5 മീറ്റർ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് റോപ്പ്, കയറിൻ്റെ നീളം എത്രയാണ്? 11.5 മീറ്റർ. അതിന് കഷ്ണം മുറിച്ചെടുത്തപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം, ലെങ്ത് ഓഫ് വൺ പീസ്, ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 2.5 മീറ്റർ. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആ കയറിൻ്റെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ 11.5 മീറ്റർ നീളമുള്ള ഒരു കയറിൽ നിന്ന് 2.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റും? ഒരു കഷ്ണം നീളം 2.5 ആണ്. അങ്ങനെ 2.5 മീറ്റർ നീളം വരുന്ന എത്ര കഷ്ണങ്ങൾ നമുക്ക് ഈ കയറിൽ നിന്ന് മുറിച്ചെടുക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കഷ്ണങ്ങളുടെ എണ്ണൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് പീസസ്, കഷ്ണങ്ങളുടെ എണ്ണം സമം മൊത്തം എത്രയാണ്? 11.5 ബൈ 2.5. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മാറ്റണം. അപ്പോൾ 11.5 മാറ്റാൻ പോവുകയാണ്. 11 × 2 22 പ്ലസ് 1 ബൈ 2. 22 കൂടെ 1 കൂട്ടിയാൽ 23 ബൈ 2 കിട്ടി. ഈ 2.5 മാറ്റണം. 2.5. 2 × 2 4 പ്ലസ് 1 ബൈ 2. 4 പ്ലസ് 1 5 ബൈ 2. നമുക്കിവിടെ കൊടുക്കാം 23 ബൈ 2 ബൈ 5 ബൈ 2. ഇനി റെസിപ്രോക്കൽ എടുക്കുക. 23 ബൈ 2 ഇൻറ്റു 2 ബൈ 5. ഇനി ഇവിടെയും ഒരേ സംഖ്യയാണ്, നമുക്ക് ഞാൻ വെട്ടിക്കളയാണ്. 2 ക്യാൻസലായി. ബാക്കി 23 ഹരിക്കണം 5. ഒന്ന് ഹരിച്ചു നോക്കാം. 23 ഹരിക്കണം 5. 5ൻ്റെ ഗുണപ്പട്ടിക 23 ഇല്ല, 20. 4 5 20. ഇനി 3 ഇറക്കിയിടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 ആണ് ഉത്തരം. മിച്ചം റിമൈൻഡർ എത്ര? 3. അപ്പോൾ നമുക്ക് ഇതിനെ മിശ്രഭിന്നമാക്കി അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? 4 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 4 3 ബൈ 5. അപ്പോൾ 4 3 ബൈ 5 മീറ്ററിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 4 3 ബൈ 5 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഏകദേശം റൗണ്ട് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ 4 എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് പറ്റുമല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് മുറിച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഭാഗം വരുന്നതാണ്. ഇത്ര 3 ബൈ 5 ഭാഗം നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ബാക്കി വരുന്ന കഷ്ണം എഴുതാം. കഷ്ണത്തിൻ്റെ നീളം, ലെങ്ത് ഓഫ് റിമൈനിങ് പീസ് സമം 3 ബൈ 5 ഭാഗം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ബാക്കി ഒരു കഷ്ണം നീളം എത്രയാണ്? 2.5 ഭാഗത്തിൽ 3 ബൈ 5 ഭാഗം എന്ത് വന്നു? ബാക്കി വന്നു. 2.5 ഒരു കഷ്ണത്തിൻ്റെ 2.5 നീളത്തിൽ 3 ബൈ 5 ഭാഗമാണ് ബാക്കി വന്നത്. പിന്നെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് നേരത്തെ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നത്? 5 ബൈ 2 ഇൻറ്റു 3 ബൈ 5 എന്ന് കിട്ടും. 3 × 5 15 ബൈ 2 × 5 10. നമുക്കിതിനെ വെട്ടിച്ചെറുതാക്കുമ്പോൾ 15ഉം 10ഉം പോകുന്ന ഗുണപ്പട്ടിക ഏതുള്ളത്? 3. 5ൻ്റെ പോകും. 5 × 3 15, 2 × 5 10. അപ്പോൾ ഈ 5ഉം 5ഉം ക്യാൻസലായ ബാക്കി 3 ബൈ 2 എന്ന് വരും.
3/2. 3ൻ്റെ പകുതി എത്രയാണ്? 1.5 മീറ്റർ. 1.5 മീറ്റർ ആണ് എന്ത് വരിക? ബാക്കി വരിക. അതിന് തൊട്ട് കുറച്ചും കൂടി ഈ സംഖ്യ മാത്രമേ എഴുതാനുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് നേരോ മാർക്ക് ഇട്ടിട്ട് ഇവിടേക്ക് ഉത്തരം എഴുതിയിട്ടുണ്ട്. 3 നമുക്ക് കിട്ടും. 3/2. 3/2 എന്ന് പറഞ്ഞാൽ 3ൻ്റെ പകുതി. 3ൻ്റെ പകുതി എത്രയാണ്? 1.5. അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ അവിടെ അടിച്ച് കാണിച്ചു തരാം. 3 ഹരിക്കണം 2. ഒരു 2 2. 3ന്ന് 2 പോയാൽ 1. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? മിശ്ര ഭിന്നാക്കിയിട്ട് 1 1/2. 1 1/2 മീറ്റർ. അപ്പോൾ ബാക്കി വരുന്ന കഷ്ണത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആയിരിക്കും. ഇതോട് കൂടിയിട്ട് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആരും ഹോംവർക്ക് മാത്രം കോപ്പി ചെയ്തെടുക്കരുത്, ഒപ്പം പഠിക്കണം. നമുക്ക് ഓണപരീക്ഷ ആവാറായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.